നമ്മുടെ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായ എന്റെ പൊന്നു മക്കളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എടേ സാറാന്നൊന്നും കരുതണ്ട, നമ്മളുള്ള ബന്ധം വേറെ ബന്ധോ. സുഹൃത്തുക്കളെ പോലെ പെരുമാറും മക്കളെ, ഒരു കുഴപ്പമില്ല. ഡൗട്ട് വല്ലതും ഉണ്ടോ പറ. ഒന്നല്ല 1000 വട്ടം ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരും. നിങ്ങൾക്ക് മനസ്സിലാവണോ? അത് എനിക്ക് ഏറ്റവും വലുത്. ചോദിക്കുക എന്റെ പൊന്നു മക്കളെ. സാറേ ഒരു ഡൗട്ട് ഉണ്ട്, ഒന്നുകൂടെ പഠിപ്പിക്കാവോ ആദ്യം തൊട്ട്? എണ്ണിക്ക് 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 എണ്ണിക്ക്. ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോ എവിടെ ശ്രദ്ധിച്ചിരിക്കുവായിരുന്നു? ഇത്ര ആൾക്കാർക്ക് മനസ്സിലായല്ലോ, നിനക്ക് മാത്രമേ മനസ്സിലായ? നീ എവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു ഇത്ര നേരം? പഠിക്കാനാണോ നീ ഇവിടെ വരുന്നത്? ഇറങ്ങി വാ ഇറങ്ങി വാ. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്ന മക്കളെ, എന്തെങ്കിലും അവരോട് ചോദിക്കണം കേട്ടോ. ഒന്നല്ല 100 അല്ല 10,000 വട്ടങ്ങളും ഞാൻ പറഞ്ഞുതരും. സുഹൃത്തുക്കളെ പോലെ മാത്രം കരുതിയാൽ മതി കേട്ടോ. ബാക്കി പഠിക്കാം. പിന്നെ മക്കളെ, ഒരു ചെറിയ എക്സാം നടത്താൻ താല്പര്യമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം പറ. നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നടത്താം. ഒരു ഡേറ്റ് പറ നിങ്ങൾ ആരെങ്കിലും. സാറേ 20-ാം തീയതി. അപ്പൊ 20-ാം തീയതി അല്ലയോ? 20 എന്ന് പറയാൻ നീ അവിടുത്തെ എച്ചം. ഇവിടെ ഞാൻ ആ കാര്യം തീരുമാനിക്കുന്നത്. നാളെ എക്സാം എല്ലാ എണ്ണം പഠിച്ചു വരണം കേട്ടോ. മാറ്റമില്ല. 20-ാം തീയതി എക്സാം പോലും 10 എക്സാം നടത്തുന്ന സമയമുണ്ട് അപ്പോഴാ. ഹലോ, ആ സാറേ പറഞ്ഞ സാറേ. ട്രിപ്പ് കൊണ്ടുപോകാൻ പിള്ളേരെയോ? ഞാൻ പിള്ളേരൊന്ന് ചോദിക്കട്ടോ, അവരെ ഇഷ്ടമല്ലേ നമുക്ക് വലുത്. മക്കളെ ആണ്ട് എച്ചമ്മ വിളിച്ചേട്ടോ. ട്രിപ്പ് പോകാൻ താല്പര്യമുണ്ടോ? എവിടെയെങ്കിലും പോകണ്ടേ പറ, നമുക്ക് പോവാം, കുഴപ്പമില്ല. പോകേണ്ട കാര്യം പറയണ്ട, അവിടെ കൊണ്ടുപോകത്തില്ല. ചിലപ്പോൾ പോണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ല, നമുക്ക് വേണ്ടാന്ന് പറയാം. സാറേ വേണ്ട സാറേ ട്രിപ്പ് ഒന്നും. ആണോ സാറേ? ഞാൻ ചോദിച്ചു കേട്ടോ, പിള്ളേർക്ക് പോകണ്ട, നമുക്ക് പഠിത്തോ വലുതെന്ന്. വേണ്ട സാറേ, കൊണ്ടുപോണ്ടാവും കേട്ടോ. ശരി. എന്താ മക്കളെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഒന്ന് ചിരിക്ക്. 4 ദിവസം അവധിയല്ലോ, എൻജോയ് ചെയ്യാമല്ലോ. അപ്പൊ മക്കളെ 4 ദിവസം ഫുൾ അവധിയില്ലയോ? പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട കേട്ടോ. 2 ദിവസം ക്ലാസ് വെക്കാൻ കേട്ടോ. പേടിക്കണ്ട, നോട്ടൊന്നും എഴുതിപ്പിക്കത്തില്ല, കേട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ അല്ലയോ? ഓക്കെ അല്ലയോ? അത് കഴിഞ്ഞിട്ട് 2 ദിവസം നോട്ട്സ് ഫുള്ള് നോട്ട്സ് ആയിട്ട് എഴുതണം. പിന്നെ വരുമ്പോ എക്സാം. എല്ലാം ഞാൻ പഠിപ്പിച്ച എല്ലാത്തിന്റെ എക്സാം. അടിപൊളിയല്ലയോ? അടിച്ചു പഠിക്കാം. അടിപൊളിയല്ലയോ?